മനസ്സ് തകർന്ന് ദേഷ്യം എരച്ചു കയറുമ്പോ സ്ഥലകാല ബോധം മറന്ന് അവര് വഴക്കുണ്ടാക്കും. ഇന്നത്തെ ഗ്രേറ്റ് പൂർണിമ എന്ന് പറഞ്ഞ് നിന്നവരൊക്കെ അവരുടെ വഴക്കും ബഹളവും ഒക്കെ കണ്ട് യഥാർത്ഥ പൂർണിമ എന്താണെന്ന് മനസ്സിലാക്കും. സാറിന് ഇവര് നേരത്തെ അറിയോ? പിന്നെ ഞങ്ങൾ അടുത്ത പരിചയക്കാരല്ലേ. എങ്ങനെ? അതെങ്ങനെ? അതെ, ഇവരുടെ സ്കൂളില് കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അവിടെ വെച്ചാ ഈ രണ്ടിനും പരിചയപ്പെട്ടത്. അതെ. ഓ അതാണോ? ഞാൻ കരുതി. അത് മാത്രമല്ലടോ, പിന്നെ എന്റെ ഒരു സുഹൃത്ത് വഴിയും ഇവരോട് എനിക്ക് നല്ല അടുപ്പം ഉണ്ടായിരുന്നു. അതെ, എന്തായാലും സാർ ഫംഗ്ഷന് വന്നതിൽ ഒരുപാട് സന്തോഷം. സാർ വരൂ. ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അതിലൊന്നും ഇടപെടണ്ട. സാറ് വരും. വരൂ സാർ. ആഹാ, ഇതെന്താ മോളിങ് പെട്ടെന്ന് തിരിച്ചു വന്നേ? ഞാനോ? ഞാനേ ഇവിടെ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു. മോളും അമ്മയുടെ കൂടെ ഇരിക്കുവാണെന്നോ? ആരൊക്കെ എന്റെ അടുത്ത് നിന്ന് പോയാലും എന്റെ മോള് എന്നും അമ്മയ്ക്കൊപ്പം ഉണ്ടാവും എനിക്കറിയാം. ചേച്ചി, ചേച്ചി എന്ത് താഴേക്ക് വരാത്തെ? ഇതൊന്നും ശരിയല്ല ചേച്ചി. എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്താനല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിന്നെ നാണം കെടുത്താൻ ഞാൻ എന്ത് ചെയ്തു അശി നീ പറയുന്നേ? വെറുതെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് ചേച്ചി. ഞാൻ ഈ പാർട്ടി വെച്ചതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ സ്വയം എന്തൊക്കെയോ ചിന്തിച്ചു വെച്ചിട്ടാ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ. എനിക്ക് നിന്നെ നാണം കെടുത്തണമെന്നോ നീ ചെയ്യുന്നതെല്ലാം നിർത്തിവെക്കണമെന്നോ ഒരാഗ്രഹവും ഇല്ല ഷി. ഈ വീട്ടിൽ വെച്ച് ഇങ്ങനൊരു പാർട്ടി നടത്താൻ പോകുന്നു നീ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ആ കാര്യത്തിൽ ഇടപെടാൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. പിന്നെ എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? എല്ലാത്തിനും നീ ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ടല്ലേ ചെയ്യുന്നേ? അതിൽ കൂടുതൽ നിനക്കിനി എന്ത് പെർമിഷനാ വേണ്ടത്? നിന്റെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ച് വലിയൊരു ചാനലിൽ നിനക്ക് ജോലി കിട്ടി. അതിന്റെ പാർട്ടി നീ വീട്ടിൽ വെക്കുന്നു. നിന്റെ കൊളീഗ്സ് എല്ലാരും വരുന്നു. ഇതിൽ ഞാൻ എവിടെ നിന്നെ നാണം കെടുത്തിയത്? ചേച്ചി നേരിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ മുറിയിൽ തന്നെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല ഷി? താഴെ വരുന്ന എല്ലാവർക്കും ഇതൊരു വീടാണെന്നറിയാം. എല്ലാവരും സ്വാഭാവികമായും ചേച്ചി എന്താ അങ്ങോട്ടൊന്ന് വരാത്തെന്ന് ചിന്തിക്കില്ലേ? ഞാനിവിടെ പാർട്ടി നടത്തുന്നതും ചാനലിൽ പോകുന്നതൊന്നും ചേച്ചിക്ക് ഇഷ്ടമില്ലെന്ന് അവര് കരുതില്ലേ? ഞാൻ കാരണം കുടുംബത്തിനുള്ളിൽ വഴക്കും പ്രശ്നവും ഒക്കെ ഉണ്ടാവുമെന്ന് അവര് വിചാരിക്കില്ലേ? വരുന്നവരെല്ലാം ആദ്യമേ ചോദിക്കുന്നത് പൂർണിമേച്ചി എവിടെയാന്ന. ഇത്രയും നേരം കഴിഞ്ഞിട്ടും ചേച്ചി വരാതിരുന്ന ഉറപ്പായിട്ടും അവർ അങ്ങനെ തന്നെ കരുതും. എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെടുകയും ചെയ്യും. പിന്നെ താരയുടെ കമ്പനിയിൽ ജോലിക്ക് പോയെന്ന് കരുതി ചേച്ചി എന്തിനാ എന്നെ ഇത്രയും വെറുക്കുന്നേ? എന്നെ എന്തിനാ ഇങ്ങനെ ഒഴിവാക്കുന്നേ? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ താഴേക്ക് വന്ന നിന്റെ പ്രശ്നം തീരുവോ? ശരി, ഞാൻ വരാം. ഒന്ന് റെഡി ആവട്ടെ. അമ്മ റെഡി ആയിട്ട് വരാം. നിനക്കിത് എന്തിന്റെ കേടാ? നീ ഇങ്ങ് വന്നേ. വാ. ഇങ്ങ് വന്നേ.
നിനക്ക് വട്ടാണോ അശ്വതേ? ദേ ആ പൂർണിമ അവളായിട്ട് തന്നെ വരാതെ മുറിക്കകത്ത് ഇരിക്കുമ്പോ നീ എന്തിനാടി അവളെ കുത്തി ഇളക്കി പുറത്തു കൊണ്ടുവരുന്നത്? വരുന്നവരെല്ലാവരും ദ ഗ്രേറ്റ് പൂർണിമ എവിടെയെന്നാ ചോദിക്കുന്നെ. ആ സമയത്ത് ഇങ്ങനെ മുറിയിൽ ഒളിച്ചിരുന്ന ഞാൻ വിചാരിച്ചത് നടക്കില്ലല്ലോ. ഞാൻ നടത്തുന്ന പാർട്ടിയിലും ആളുകൾ എന്നെക്കാളും ബഹുമാനത്തോടെ കാണുന്നത് പൂർണിമേച്ചിയാ. അതെ, അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നത്? പൂർണിമ ചേച്ചി അഹങ്കാരത്തോടെ ഇവിടെ വന്ന് നിൽക്കുമ്പോ താര സഞ്ജയുടെ കൈയും പിടിച്ച് എല്ലാവരുടെയും മുന്നിലേക്ക് കയറി വരും. ആ കാഴ്ച കണ്ട് പൂർണിമയുടെ മനസ്സ് തകരണമെങ്കിൽ മുറിയിലിരുന്നാ പോരല്ലോ, അവര് പുറത്തിറങ്ങണം. മനസ്സ് തകർന്ന് ദേഷ്യം എരച്ചു കയറുമ്പോ സ്ഥലകാല ബോധം മറന്ന് അവര് വഴക്കുണ്ടാക്കും. ഇന്ന് ദ ഗ്രേറ്റ് പൂർണിമ എന്ന് പറഞ്ഞ് നിന്നവരൊക്കെ അവരുടെ വഴക്കും ബഹളവും ഒക്കെ കണ്ട് യഥാർത്ഥ പൂർണിമ എന്താണെന്ന് മനസ്സിലാക്കും. അതിനാ ഞാൻ ഇതൊക്കെ ചെയ്തത്. മനസ്സിലായോ? വരൂ സർ. ഓക്കെ. ഹലോ, ആ നീ എത്തിയോ? ആ കയറുവാ കയറുവാ, അകത്തേക്ക് കയറുവാ, ഞാനുണ്ട് ഇവിടെ. ശരി, ഓക്കെ. ആ ഒരാള് വരുന്നുണ്ട്. ആരാ സർ? അതൊക്കെ പരിചയപ്പെടുത്താം. എ സ്മോൾ സർപ്രൈസ് ഫോർ യു. ഓക്കെ ഓക്കെ സാർ. ആ, അത് നമുക്ക് നോക്കാം. പൂർണിമമാടാണല്ലോ വരുന്നത്. വാ. ഹലോ.